നമസ്കാരം പ്രിയമുള്ളവരെ. ഈ കക്ഷത്തിലിരുന്ന് നഷ്ടപ്പെടുകയും ഉത്തരത്തിലിരുന്നത് എടുക്കുവാനും പറ്റിയില്ല എന്ന അവസ്ഥയാണ് പി അൻവറിനുള്ളത്. കാരണം അദ്ദേഹം എൽ ഡി എഫുമായി ഉടക്കി യു ഡി എഫിൽ എത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൂടുതൽ ഉറച്ച ഒരു നിയമസഭാ സീറ്റും ഒപ്പം അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന MLA സ്ഥാനം വരെ നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുവായ കുടുംബപരമായ തന്നെ ശത്രുതയുള്ള ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കേണ്ടി വരുമോ അദ്ദേഹത്തിന് എന്ന ഒരു ചോദ്യവും രാഷ്ട്രീയ നിരൂപകരൊക്കെ ഉയർത്തുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്, ഈ അൻവറിന്റെ രാഷ്ട്രീയ ദുരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഷാജൻ സ്കറിയാണ്, മറുനാടന്റെ മുതലാളി. അദ്ദേഹം ദിവസവും 5ഉം 6ഉം വീഡിയോ ആണ് ഈ അൻവറിന്റെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഇത്തരം വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് എമ്പുരാൻ എന്ന സിനിമ റിലീസാകുമ്പോഴായിരുന്നു. അന്നും അദ്ദേഹം ഈ പൃഥ്വിരാജിനും ഇപ്പം മോഹൻലാലിനും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ എതിരെ ദിവസം 4, 5 എന്ന ക്രമത്തിൽ വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നു. എമ്പുരാന്റെ കളക്ഷൻ റെക്കോർഡ് തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമാണ്, എമ്പുരാൻ പരാജയപ്പെട്ടു എന്നൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഷാജൻ സ്കറിയുടെ ഒക്കെ ഈ സന്തോഷം അധിക സമയം നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് അൻവറിന്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നത്. കാരണം അൻവർ അദ്ദേഹം ഉയർത്തിവിടുന്ന ചില ചോദ്യങ്ങൾ അത് കേരള സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും അൻവർ LDF വിടുന്നത് LDF ഗവൺമെന്റിന്റെ സമയത്ത് പോലീസിലുണ്ടായിരുന്ന വല്ലാത്ത ഒരു RSS സ്വാധീനത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. പോലീസിന്റെ ഉന്നത പദവിയിലുള്ള ആളുകൾ RSS നേതാക്കന്മാരെ കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ LDF സർക്കാർ നിസ്സംഗത പുലർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരം ആരോപണങ്ങൾ UDF അടുത്ത ഇലക്ഷനിൽ അൻവറെ കൊണ്ട് ഉന്നയിപ്പിക്കുവാൻ കഴിയും. അത് UDF സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടമാക്കുവാൻ കഴിയും. അത് UDF നേതാക്കന്മാർക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഈ പ്രശ്നങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുകയും അൻവർ UDF പന്താവിൽ എത്തുകയും ചെയ്യുമെന്നാണ് എൻ്റെ നിഗമനം. ഇനി അൻവറിനെ UDF ഉൾക്കൊണ്ടില്ലെങ്കിൽ അത് UDF സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും. അൻവർ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ചേരിയുടെ ഭാഗമാകുവാൻ സാധ്യതയുണ്ട്. അത് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും അത് ലീഗിന് വലിയ നഷ്ടമാകും എന്ന തിരിച്ചറിവ് ലീഗിനുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ഇടപെടലുകൾ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അൻവർ UDF ഭാഗമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും വിലയിരുത്തലും. എന്തായാലും നമുക്ക് 2-3 ദിവസം കൂടി കാത്തിരുന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ കഴിയും. മറ്റൊന്ന് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് LDF അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പ്രതികൂലമായും കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് വാസ്തവമാണ്. പ്രത്യേകിച്ചും ഈ നിലമ്പൂർ മണ്ഡലംകാരനായ സ്വരാജ് ഈ അടുത്ത സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി അവിടെ മലപ്പുറത്തെ അപമാനിക്കുന്ന രീതിയിൽ, വർഗീയവത്കരിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെതിരെ പ്രതികരിച്ചില്ല സ്വരാജ്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന ഒരു ആരോപണം ആ പ്രദേശത്തുണ്ട്, കോൺഗ്രസിനുണ്ട്. മാത്രമല്ല ഈ വെള്ളാപ്പള്ളി നടേശനെ അതിനുശേഷം കുമാരനാശാനോടും വലിയ മഹാന്മാരോടുമൊക്കെ ഓമ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ടായി. അത് നിലമ്പൂരിൽ പ്രതിഫലിക്കും, അത് നിലമ്പൂരിലെ ജനതയ്ക്കിടയിൽ പ്രതിഫലിക്കും. അതിനോടുള്ള പ്രതിഷേധം എന്ന ഒരു വിലയിരുത്തൽ നിലമ്പൂർ നിവാസികളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന്, ആ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സ്വരാജിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലെ വലിയ പ്രവർത്തനം UDF പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒപ്പം ആ പ്രവർത്തനങ്ങൾ സജീവമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ ഫോട്ടോയൊക്കെ അവരതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ഒരുപക്ഷെ സ്വരാജിനെ സംബന്ധിച്ച് ഇലക്ഷന്റെ സമയത്ത് തിരിച്ചടി ഉണ്ടാക്കും. മറ്റൊന്ന്, ഈ ശബരിമല വിഷയത്തിൽ അന്ന് അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു വിവാദം, അതും ഒരുപക്ഷെ സ്വരാജിനെതിരായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നു. ഇനി മറ്റൊരു എഫക്റ്റ് സ്വരാജിനെതിരെ ബാധിക്കുന്നത് അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം ചില പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഉണ്ടായ വിവാദ പ്രസ്താവനയാണ് സ്വരാജിന്റെ. ഇത്തരം ഘടകങ്ങൾ ഒരുപക്ഷെ സ്വരാജിനെ അവിടെ നെഗറ്റീവായി ബാധിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഫലസ്തീൻ അനുകൂല പ്രസ്താവനയാണ്. അത് ഒരുപക്ഷെ അവിടെ പോസിറ്റീവായി ഭവിക്കുവാനും നെഗറ്റീവായിരിക്കുവാനും സാധ്യതയുണ്ട്. കാരണം ഒരുപോലെ നിലമ്പൂരിൽ ഫലസ്തീൻ അനുകൂലികളും ഒപ്പം ഇസ്രായേൽ അനുകൂലികളുമുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു വിപരീത ഫലം അറിയാൻ പറ്റൂ. പക്ഷേ സ്വരാജിൻ്റെ കരകലർന്ന ഈ സംഘപരിവാര വിരുദ്ധത ഒരുപക്ഷെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ
സ്വരാജ്യമായി അടുപ്പിച്ചേക്കാം, അവർ വോട്ട് ചെയ്തിരിക്കാം എന്നൊരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തുണ്ട്. മറിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് നിന്നാൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചില സിനിമകൾ, ഈ പ്രത്യേകിച്ചും പാഠമെന്നൊരു വിലാപം, ദൈവനാമത്തിൽ മുതലായ സിനിമകൾ ഒരു കാലത്ത് അത് യാഥാസ്ഥിതിക മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന ആരോപണങ്ങൾ ആര്യൻ ഷൗക്കത്തിനെതിരെ ഉണ്ടായത്. പക്ഷേ അത്തരം ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നൊരു വാസ്തവമുണ്ട്. കാരണം അദ്ദേഹം കൂടുതൽ മതത്തോടും വിശ്വാസത്തോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ഈ അടുത്ത സമയത്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ തങ്ങന്മാർ ഈ മന്ത്രിച്ചോദി ചികിത്സ നടത്തുന്നതിനൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതുമായി മുസ്ലിം ലീഗുമായിട്ടൊക്കെ സമരസപ്പെടുത്തുന്ന ചില സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് പണ്ട് കാലത്തൊക്കെ ആദ്യ സമയത്തൊക്കെ അദ്ദേഹം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുക ദൃഢമായിട്ടായിരുന്നു യുക്തിവാദികളൊക്കെ ചെയ്യുന്നതിന് പോലെ. പക്ഷെ പിന്നീട് അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസാന നിയമസഭയിൽ അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രിയാകുമ്പോഴും ഒക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. ആദ്യ സമയത്തൊക്കെ യുക്തിവാദി സമീപനം പുലർത്തിയിരുന്ന ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ പിന്നെ മതവിശ്വാസിയും ദൈവവിശ്വാസിയും ഒക്കെ മാറുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ പണ്ടുകാലത്തുണ്ടായിരുന്ന യാഥാസ്ഥിതിക മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു വിരോധം ആര്യാടൻ ഷൗക്കത്തിനോട് ഇപ്പോൾ ഇല്ല എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. മറ്റൊന്ന്, പണ്ട് അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന വൈരം, അത് മിക്കപ്പോഴും അവിടെ ലീഗ് ഇതുപോലെയുള്ള മാർച്ചുകളും അതുപോലെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുക ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിരുന്നു, ആര്യാടൻ മുഹമ്മദിനെതിരെയായിരുന്നു. അതുപോലെ കോൺഗ്രസ് നടത്തുമ്പോഴും അവിടുത്തെ ലീഗിനെതിരെ ആയിരുന്നു മുദ്രാവാക്യം വിളിക്കുക. കാരണം അവിടെ CPM-ഉം കോൺഗ്രസും CPM-ഉം ലീഗും തമ്മിലല്ലായിരുന്നു പ്രശ്നം, മിക്കപ്പോഴും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിലായിരുന്നു. അതൊക്കെ അതിൻ്റെ രീതികളൊക്കെ മാറിയിരിക്കുന്നു എന്നത് വസ്തുതയാണ്. കാരണം ലീഗും കോൺഗ്രസും തമ്മിൽ അവിടെ ഒരു ആത്മബന്ധം ഉടലെടുത്തിരിക്കുന്നു എന്നതും വസ്തുതയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ആര്യാടൻ മുഹമ്മദിന് അനുകൂലമായ ഘടകങ്ങളായി പ്രവർത്തിക്കാം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പക്ഷേ ഈ നിമിഷം വരെ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, എൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരിക്കലും PV അൻവർ ഉണ്ടാകില്ല, മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ്. കാരണം PV അൻവർ അവസാന നിമിഷം ചില ഇടപെടലുകളുടെയൊക്കെ ഭാഗമായി, ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായി UDF-ന്റെ ഭാഗമായി മാറുവാനും ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അത് അല്ല എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനും ഒപ്പം ഈ സ്വരാജിനുമെതിരെ PV അൻവർ കൂടി മത്സരരംഗത്ത് വരികയാണെങ്കിൽ ത്രികോണ മത്സരമായിരിക്കും. എങ്കിലും PV അൻവറിന് ജയിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം LDF-ന്റെ ബാനറിൽ മത്സരിച്ചിട്ടും ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ മത്സരിച്ചിട്ടും ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷം കേരളത്തിൽ നേടിയിട്ടും അദ്ദേഹത്തിന് 2000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ PV അൻവർ മത്സരിക്കുവാൻ എടുക്കുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം കുറിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ UDF-ന്റെ ഭാഗമായി തീരാനാണ് സാധ്യത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.